അപ്പോൾ നാളെ എനിക്കൊരു കല്യാണത്തിന് പോകണം ഗൈസ്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രഹസനമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മുഖമൊന്ന് മിനുക്കിയെടുക്കണം. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് കിട്ടിയത്. ഹോം റെമഡീസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതെല്ലാം കിട്ടിയത്. അപ്പം ഞാനൊരു സ്ക്രബ്ബറും ചെയ്ത് ഒരു ഫേസ് മാസ്ക് ഇട്ടു കേട്ടോ. വീട്ടിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് തട്ടിക്കൂട്ടി മുഖത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ കഴുകിക്കളഞ്ഞിട്ട് അറിയാം. എന്തെങ്കിലും മാറ്റമുണ്ടോ ഗൈസ്? എന്തെങ്കിലും കുറച്ച് തെളിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാന്ന് കേട്ടോ. അപ്പോൾ എനിക്കിന്നൊരു ഹൽദിക്ക് പോകാനുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? കൊള്ളാമോ? എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല ഗൈസ്, അതുകൊണ്ട് അതിൻ്റെ കുറേ പോരായ്മകളുണ്ട്. ഇതൊരു ധാവണിയാണ് കേട്ടോ. ഇത് എൻ്റെ നാത്തൂൻ്റെ ധാവണിയാണ്. അപ്പോൾ അത് ഉടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയുന്ന പോലെ ഞാൻ ഉടുത്തിട്ടുണ്ട്. അത്ര ഇങ്ങനെയൊന്നും എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല. ഒന്നാമത് ഞാൻ ഉടുത്ത് ശീലമില്ല, ഉടുക്കാറുമില്ല അതുകൊണ്ട്. അപ്പോൾ ഹൽദിക്ക് നമ്മൾ ആ വീട്ടിലെത്തിയിട്ടാ. അപ്പം ഇന്ന് ഹൽദിയല്ല, മെഹന്തിയാണ്. അവർക്കെല്ലാം പച്ചക്കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിന്. അപ്പം നിമോഷിനാടെ ഏതോ ഒരു ഫ്രണ്ട്സിനെ കിട്ടീന്. അപ്പോൾ ഓളായിരുന്നു കളിയായി. പിന്നെ കുഞ്ഞിക്ക് നല്ല ചുമയും ജലദോഷമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ്, ഇവളെയാണ് മെഹന്തി ഉള്ളത്. അപ്പം അടിപൊളി ഡ്രസ്സെല്ലാം ഉണ്ടായിന്. വലിയ പരിപാടി ഉണ്ടായിന്. പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരുന്നതെല്ലാം ഉണ്ടായിന്. അവരെ കസിൻസെല്ലാം ഇത്. അപ്പം അങ്ങനെ ആ പരിപാടിയെല്ലാം കണ്ടു. അപ്പോഴേക്കും നിമോഷിന് ഭയങ്കര ചുമയായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും പോയിട്ടൊന്നുമില്ല. ഭയങ്കര ചുമയാണ് ഗൈസ്. പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, അപ്പം നല്ല മഞ്ഞ് വന്നു. അപ്പം മെഹന്തി പരിപാടിയെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. അവരെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിന്. പിന്നെ കേക്ക് കട്ടിങ്ങെല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. ഫുഡ് കഴിക്കാനും എന്തെല്ലാം ഉണ്ടായിന്. പക്ഷേ എല്ലാം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. നിമോഷ് ആകെ സൈഡായിരുന്നു, ചുമയായതുകൊണ്ട് ചുമച്ച് ഛർദ്ദിക്കുന്നതുകൊണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഫുഡിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ലോണം എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിന്. അപ്പം ഇത് കണ്ട അവർ ഈ മഞ്ഞ ഇതാക്കുമ്പം തന്നെ അടിച്ചപ്പോൾ തന്നെ നിമോഷിന് നല്ല ചുമ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ സൈഡ് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിന്. ആ പുക കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിട്ടില്ല ആ പുക ശ്വസിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ പറ്റുന്നില്ല, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞു, കേക്ക് മുറിയും കഴിഞ്ഞു, അപ്പോൾ ഫുഡും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.